രജപുത്രരും ബി.ജെ.പിയും തമ്മിൽ എന്താണ് പ്രശ്നം? ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യ 2 ഘട്ടങ്ങൾ കഴിഞ്ഞിട്ടും എന്നും തങ്ങൾക്കൊപ്പം അടിയുറച്ചു നിന്ന രജ്പുത് വിഭാഗത്തിന്റെ പ്രതിഷേധം തണുപ്പിക്കാൻ ബി.ജെ.പിക്ക് കഴിഞ്ഞിട്ടില്ല. പ്രതിഷേധങ്ങളുടെ പ്രഭവ കേന്ദ്രമായ ഗുജറാത്ത് മെയ് 7-ന് പോളിംഗ് ബൂത്തിലേക്ക് പോകാനിരിക്കെ ഇപ്പോഴും സംസ്ഥാനത്തിന്റെ പല ഭാഗത്തും പ്രതിഷേധങ്ങൾ തുടരുന്നത് ബി.ജെ.പിക്ക് ആശങ്കയുണ്ടാക്കുന്നു. പടിഞ്ഞാറൻ യു.പിയിലെ രജ്പുത് സ്വാധീന പ്രദേശങ്ങളിൽ വോട്ട് ചെയ്യില്ലെന്ന് രജ്പുത് വിഭാഗക്കാർ പരസ്യ നിലപാടെടുത്തത് ബി.ജെ.പിയുടെ ഉറച്ച വോട്ടുകളിൽ വിള്ളൽ വീഴ്ത്തിയതായാണ് സൂചന. ഇതോടെ പ്രതിഷേധം തണുപ്പിക്കാൻ നരേന്ദ്രമോദി അടക്കമുള്ള ദേശീയ നേതാക്കൾ തന്നെ നേരിട്ടിറങ്ങുകയാണ്. തെരഞ്ഞെടുപ്പിൽ അർഹമായ പ്രാതിനിധ്യം ലഭിക്കുന്നില്ല എന്നതടക്കം പല കാര്യങ്ങളിലും പരിഭവമുള്ള രജപുത്രരെ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുൻപ് പ്രകോപിപ്പിച്ചത് ഗുജറാത്തിൽ നിന്നുള്ള കേന്ദ്രമന്ത്രി പർഷോത്തം റുപാലയുടെ ഒരു പരാമർശമാണ്. രജപുത്രർ പണ്ട് റോട്ടിയും ബേട്ടിയും കൊടുത്ത്, അതായത് ഭക്ഷണവും സ്ത്രീകളെയും കൊടുത്ത് ബ്രിട്ടീഷുകാരുമായി ബന്ധമുണ്ടാക്കി എന്നതായിരുന്നു അധിക്ഷേപകരമായ പരാമർശം. ഇതിനെതിരെ രജപുത്ര സ്ത്രീകളുടെ നിരാഹാര സമരം അടക്കം പലതരം പ്രതിഷേധങ്ങളുണ്ടായി. പലതവണ റൂപാല മാപ്പ് പറഞ്ഞെങ്കിലും രജ്പുത് വിഭാഗക്കാർ ക്ഷമിച്ചിട്ടില്ല. സംസ്ഥാന വ്യാപകമായി ബി.ജെ.പി സ്ഥാനാർത്ഥികളുടെ തെരഞ്ഞെടുപ്പ് പരിപാടികളിലേക്ക് പ്രതിഷേധ മാർച്ച് അടക്കം ഇപ്പോഴും തുടരുന്നു. ആത്മാഭിമാനം സംരക്ഷിക്കാനുള്ള സമരമായാണ് അവർ ഇതിനെ വിശേഷിപ്പിക്കുന്നത്. ഗുജറാത്തിൽ തുടങ്ങിയ പ്രതിഷേധം രാജസ്ഥാൻ, പടിഞ്ഞാറൻ യു.പി, ഹരിയാന, മധ്യപ്രദേശ് തുടങ്ങി രാജ്യത്തെ രജപുത്ര വിഭാഗക്കാരുടെ മറ്റ് സ്വാധീന മേഖലകളിലേക്കും ഇപ്പോൾ പടരുന്നുണ്ട്. ഓരോ സംസ്ഥാനങ്ങളിലും നടക്കുന്ന രജ്പുത് പഞ്ചായത്തുകളിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ അടക്കം പങ്കെടുക്കുന്നു. അതായത് അഖിലേന്ത്യാ തലത്തിൽ തന്നെ സംഘടിക്കുന്ന രജ്പുത് വിഭാഗം ബി.ജെ.പിക്ക് വോട്ട് ചെയ്യില്ല എന്ന നിലപാടെടുത്തത് ആദ്യഘട്ട തെരഞ്ഞെടുപ്പുകളിൽ പോളിംഗ് ശതമാനം കുറയാൻ ഇടയാക്കിയോ എന്ന സംശയവുമുണ്ട്. നരേന്ദ്രമോദി രാജസ്ഥാനിലെ ബൻസ്വാഡയിൽ നടത്തിയ മുസ്ലിം വിദ്വേഷ പ്രസംഗത്തിന് പിന്നിൽ ഹിന്ദു വോട്ട് ഏകീകരണത്തിനൊപ്പം ഇടഞ്ഞു നിൽക്കുന്ന രജപുത്രരെ കൂടെ നിർത്തുക എന്ന ലക്ഷ്യം കൂടി ഉണ്ടെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. തുടർന്നുള്ള ദിവസങ്ങളിൽ മോദി സംസാരിച്ച അലിഗഡും സവായ് മാധോപൂരുമെല്ലാം രജപുത്രർക്ക് സ്വാധീനമുള്ള പ്രദേശങ്ങളാണ്. കർണാടകത്തിൽ പ്രധാനമന്ത്രി നടത്തിയ പ്രസംഗത്തിൽ രാഹുൽ ഗാന്ധി രാജാക്കന്മാരെ അപമാനിക്കുന്നു എന്നാരോപിച്ചതും ഇതിന്റെ ഭാഗമാണ്. ബി.ജെ.പിയുടെ ഉറച്ച വോട്ട് ബാങ്കായ രജ്പുത് വിഭാഗം കഴിഞ്ഞ കുറെ നാളുകളായി പ്രതിഷേധത്തിലാണ്. ജാട്ടുകളെയും ഗുജാറുകളെയും ഒക്കെ പ്രീണിപ്പിക്കാനായി തങ്ങളെ ഒതുക്കുന്നു എന്നാണ് പ്രധാന പരാതി. ഗാസിയാബാദിൽ 2 തവണ 5 ലക്ഷത്തിലേറെ വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ച ജനറൽ വി.കെ. സിംഗിന് സീറ്റ് നൽകാതെ ബനിയ വിഭാഗത്തിൽപ്പെട്ട അതുൽ ഗാർഗിന് സീറ്റ് നൽകിയതൊക്കെ രജ്പുത്തുകളെ വേദനിപ്പിച്ചിട്ടുണ്ട്. ഹരിയാനയിലെ കൈതലിൽ രജ്പുത് രാജാവായ മിഹിർ ഭോജിന്റെ പ്രതിമയിൽ ഗുജ്ജാർ എന്ന് രേഖപ്പെടുത്തിയത് ഇന്നും അവർ ക്ഷമിച്ചിട്ടില്ല. അതിന് കഴിഞ്ഞ വർഷം നേതൃത്വം നൽകിയ പ്രദീപ് ചൗധരിക്ക് സീറ്റ് കിട്ടുകയും ചെയ്തു. പരമ്പരാഗതമായി സൈനിക സേവനം പ്രധാന തൊഴിലാക്കിയ രജ്പുത്തുകൾക്ക് സർക്കാർ നടപ്പാക്കിയ അഗ്നിവീർ പദ്ധതിയോട് വിയോജിപ്പുണ്ട്. അഗ്നിവീറിലൂടെ തങ്ങളുടെ യുവാക്കളുടെ തൊഴിലവസരങ്ങൾ പോയി എന്നാണ് അവർ കരുതുന്നത്. രാജ്യത്തെ ആകെ ജനസംഖ്യയിൽ 7 മുതൽ 8% വരും രജ്പുത് വിഭാഗക്കാർ, ഏതാണ്ട് 11 കോടി. രാജസ്ഥാനിൽ 14%, യു.പിയിൽ 10%, ഗുജറാത്തിൽ 5 മുതൽ 6% വരെ, ഹരിയാനയിൽ 5%, അങ്ങനെ പോകുന്നു അവരുടെ കണക്ക്. അതായത് ഒന്നിച്ച് ബഹിഷ്കരിക്കാൻ തീരുമാനിച്ചാൽ അത് ബി.ജെ.പിക്ക് വലിയ നഷ്ടമുണ്ടാക്കും. അത് മുന്നിൽ കണ്ടാണ് ഠാക്കൂർ വിഭാഗത്തിൽപ്പെട്ട യോഗി ആദിത്യനാഥിനെയും രജ്പുത്തുകൾ നേതാവായി കരുതുന്ന വി.കെ. സിംഗിനെയുമൊക്കെ വേദിയിലെത്തിച്ച് യു.പിയിൽ ബി.ജെ.പി പ്രചാരണം നടത്തുന്നത്. നരേന്ദ്രമോദിയോടോ നേതൃത്വത്തോടല്ല, ക്ഷത്രിയർക്ക് പ്രശ്നമുള്ളത് പ്രാദേശിക നേതൃത്വത്തോടാണ്. അതുകൊണ്ട് തന്നെ ആ പ്രശ്നം പരിഹരിക്കാൻ നേതാക്കൾ ഇറങ്ങിയാൽ കഴിയുമെന്നാണ് ദേശീയ നേതൃത്വത്തിന്റെ ഇപ്പോഴുമുള്ള ആത്മവിശ്വാസം.